വന്നിട്ട് ഇവളെ ഷോ എന്താ പട്ടി ഷോ ലൈവാ അല്ല ഇപ്പഴാണ് അറിയുന്നത് ഇവളെ 1351 പേരോ ഉണ്ടാണ്ടിരുന്നോളെ ഇവളുടെ ഒരു കാര്യം പറഞ്ഞില്ല ഗൈസ്. പറഞ്ഞ തിരിച്ചു. You guys always came to my dream എന്നൊക്കെ എന്നെ പറ്റി ആരും ഒന്നും പറയുന്നില്ല. പറയണ്ട കേട്ടോ. പറഞ്ഞ ഇവിടെ ആകാശത്തായിരിക്കും പൊങ്ങി പോകുമ്പോ പറയണ്ട. ഞാൻ ആകാശത്താ എപ്പോഴും എയറിലെ മീഡിയ കാര്യമാക്കിണ്ടാവില്ല എന്നെ. പക്ഷെ എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. എന്നെ എയറിലെ കിടത്തനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ എന്താ ഹായ് ഗൈസ്. അയ്യോ ഗൈസ് 10:36 എല്ലാരും ഉറങ്ങിക്കോ. ബൈ. എനിക്ക് റീൽ എടുക്കാനല്ലേ ജിമ്മിൽ പോയിട്ട് റീലെടുക്കാം. നീ ജിമ്മിൽ പോയിട്ട് കുളിച്ചു നനച്ചൊന്നുമില്ല. ഞാൻ മോൻ കഴിക്കും. എനിക്ക് അവിടെ പണി ഉണ്ടായിരുന്നു. ഉത്തരവാദിത്തമുള്ള ആളാണ്. എന്ത് പണി ഒരു പണി ഉണ്ടായിരുന്നില്ല. സത്യം പറ. ഞാൻ ഇപ്പഴായി പോയി. സത്യം പറയുകയാണെങ്കിലും ഞാനാണ് ഉണ്ടാക്കിയത് കഷ്ടപ്പെട്ടിട്ട്. മോളെ നമുക്ക് റീൽ എടുക്കാൻ കഴിയും. നമുക്ക് ഇന്ന് ആദിലെ നൂറേം കൊണ്ട് ഞാൻ റീൽ എടുക്കാൻ പോകാം. ഡാൻസ് പിന്നെ മക്കളെ ഒരു സ്വസ്ഥതാന്ന് പറഞ്ഞ സാധനം ഈ വിളിക്കുന്നില്ല. ചുമ്മാ ഈ ലൈവ് അല്ലാണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറ, ഈ 2 പിള്ളേർ ഡാൻസ് കളിക്കാൻ വിളിച്ചവല്ലേ. എനിക്കാണെങ്കിൽ ആദ്യം മാത്രമാണെങ്കിൽ നാട്ടില അവർക്ക് ഷൂട്ട് നടക്കുന്നുണ്ട്. അവൾ അങ്ങനെ ആ വഴിക്ക് പോകും. പിന്നെ ആരാ പോയി ചെയ്യും. ഇല്ല, നിങ്ങൾ രണ്ടും വേണം. അത് പോവും. ആ ട്രെൻഡിങ് കഴിഞ്ഞാൽ പിന്നെ കൊള്ളില്ല. എന്നിട്ടല്ലേ അതൊക്കെ ഇപ്പൊ കാണിച്ചു കൊടുക്കല്ലേ. ഓളെ പഠിപ്പിക്കില്ല. മോളെ പഠിപ്പിച്ചു സാധനം വന്ന 2 ദിവസം മനുഷ്യന്റെ ചെവി പുക പറയും. പുക ബിഗ് ബോസിനകത്ത് നീ എനിക്ക് കേട്ടോ സാധനല്ലേ ഇത്. ഞാനിവിടുത്തെ ഷഡ്ഡി ആണോ? വാ. ഓക്കെ ഗൈസ്, നിങ്ങൾ എല്ലാവരും ഉറങ്ങിക്കോ. നാളെ ദിവസം മൺഡേ നാളെ ട്യൂസ്ഡേ ജോലിക്ക് പോകണം, സ്കൂളിൽ പോകണം, കോളേജിൽ പോകണം. ആര് പറഞ്ഞ വിഷുവിന്റെ ലീവ് പാടുന്നു? അയ്യോ വിഷു കഴിഞ്ഞിട്ട് 100 രൂപ എന്നാലും ഞാൻ ലൈവ് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ ലൈവ് കട്ടി നീ ലൈവ് കട്ട് ചെയ്തിട്ട് എനിക്ക് ലൈവ് പോകാൻ പറ്റുള്ളൂ. ഞാനൊന്ന് മ്യൂട്ട് ചെയ്തിട്ട് ഇപ്പൊ വരട്ടോ ഗായ്. ഇവളെ കാണുന്ന പോലെയുള്ള തീവ്രവാദിയാണ്, ക്രിമിനലാണ്, ക്രിമിയാണ്. ഇവിടെ വായു വരുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്തിട്ട് തെറി പറയാണ് ഗൈസ്. ചെയ്യാനാ മനുഷ്യ സൗകര്യം തരുന്നില്ല. കുറച്ച് നേരം ഉണ്ടല്ലോ ഒരു സമാധാനത്തോടെ ഇരുന്ന് ലൈവ് പോകാൻ തരുന്ന ഈ മഞ്ഞക്കളി വന്നിട്ടുണ്ട്. അപ്പൊ മധ്യപ്രദേശിൽ നിന്ന് കടത്തിയ സാരിയാണ്. അവിടെ ചേച്ചി എടുത്തോണ്ടിരിക്കണം. ഇവിടെ അത് വലിച്ചോണ്ട് ഒറ്റ ഓട്ടം. നോക്ക് കൊള്ളാമോ? കാണാൻ കൊള്ളാം നല്ലതാണ്. ഇത് ഇട്ടൊന്ന് ഭംഗിയുണ്ടത് അല്ലേ? എനിക്കറിയാം ഇട്ടുന്ന ഭംഗി എനിക്കുണ്ടാവും അറിയാം. ഈ ഭംഗി ഉണ്ടാവില്ല എന്നറിയാം ആർക്കും. എനിക്ക് എന്തൊരു ബുദ്ധിമുട്ടായിരുന്നാ ഞങ്ങളെ കേട്ടോളൂ. കൊള്ളാം. പക്ഷെ പഠിപ്പിച്ചാ ഇവിടുന്ന് കാണിക്കണ്ടെന്ന് പറയും, എന്നിട്ടും കാണിക്കുകയും ചെയ്യും അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ല. ഒന്നും വേണം. ഞാൻ വേറെ ഒന്നും കൊള്ളൂല. നിങ്ങൾ ജിമ്മിൽ പോയത് ഫോട്ടോഷൂട്ട് ചെയ്യാനാണ്? അല്ല, പിന്നെ ഞാൻ ഫോട്ടോ ഇടുന്നുണ്ട്. അതാ സെക്കൻഡ് അല്ലേ? ഞാൻ വേഗം കുളിച്ചിട്ട് വരാം. ഞാൻ രജിസ്റ്റർ ചെയ്തല്ലേ? നീ സാരി കൊടുക്കുന്നേ? അല്ലല്ല, ടച്ചപ്പുകളിലോട്ട് ഇരിക്കും. നീ ഇത്ര ഒരുങ്ങിയിട്ട് ഞാൻ മേക്കപ്പ് റിമൂവ് ചെയ്യും. പോയി റിമൂവ് ചെയ്യുന്നത് മേക്കപ്പ് ചെയ്തിട്ട് നിങ്ങൾ സുന്ദരികളല്ലേ? കണ്ണടച്ച് കാണിക്കണേ വരും. നീ ഇരിക്കുന്നത് എന്തിനാ എനിക്ക് മനസ്സിലായി. വിഷു കഴിഞ്ഞിട്ട് കണ്ടില്ലേ? കറക്റ്റ് 12 മണിയാണ് ഇവിടെ ഇരിക്കും. വിഷു കഴിഞ്ഞിട്ട് നമ്മളെ കാണുന്ന ആൾക്കാരുടെ കുറച്ച് ഗെയിം ഒക്കെ ഉണ്ട്. വിഷു കഴിഞ്ഞിട്ട് വേണ്ടി ഇരിക്കാണ് ഗൈസ്. കൊടുക്കല്ലേ കേട്ടോ. ഞാൻ എന്റെ QR കോഡ് ഞാനിപ്പോ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടാം. ഇങ്ങനെ പിടിച്ചോളാം. അവർക്ക് കാണാ. ഇങ്ങനെ പിടിച്ചേ കണ്ടാ അവർക്ക് കാണാ. അല്ല, അത് തെറിയല്ല, ഒരു യൂട്യൂബറിന്റെ പേരാണത്. ഓല അങ്ങനെ ചെയ്യുന്നത്. അത് തെറിയായിട്ടേ വരുള്ളൂ. അല്ലല്ല, തെറിയല്ല. എല്ലാം അപ്പൊ തെറിയാണല്ലോ ഇവിടെ കയ്യിൽ. മറ്റേ എന്താ വാഴക്കുയില് ചോദിച്ചല്ല എന്നിന്റെ അവിടെ അറിയട്ടെ ഏത് കിച്ചണിലാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയ വാഴക്കുയില് ചോദിക്കണ്ട. അപ്പുറത്തെ വീട്ടിലെ കണാരന്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. ഇതെന്റെ മറുപടി. ഞാൻ നിന്റെ കണ്ടു. അത് മറ്റടുത്ത് ഇവളെന്താ റിപ്ലൈ എടുത്തത്? പിന്നെ ആരുടെ വീട്ടിൽ ഉണ്ടാക്കാനാണെന്നോ ചോദിച്ചു. അവളുടെ വീട്ടിൽ നിന്ന് കുക്ക് ചെയ്യില്ല, അപ്പുറത്തെ വീട്ടിലെ വീട്ടിൽ പോയി കുക്ക്. പക്ഷെ അവർക്ക് ചോദിക്കാൻ ഒന്നും ഇല്ലാത്തോണ്ടായിരുന്നു ചോദിച്ചു. ചോദിക്കാനുള്ള മെയിൻ കാരണം പറയാം. എന്താ ചോദിക്കാൻ ചോദിച്ചു മടുത്തു. കല്യാണക്കാര്യം 2 ഒന്ന് കല്യാണക്കാര്യം. പിന്നെ ഇപ്പൊ ഇലക്ഷൻ നടന്ന സമയത്ത് അതിനെ പറ്റി അത് കഴിഞ്ഞല്ലോ. അത് കാണിക്കാതിരിക്കും നല്ലത്. എല്ലാത്തിലും പോയി പറയാൻ വൃത്തിയാണ്. എന്താ ഇതൊക്കെ നിങ്ങളെ പറ്റി ചോദിക്കാൻ വിശേഷങ്ങൾ അതൊക്കെ അല്ലേ ഉള്ളൂ. ആ പിള്ളേരാണ് കുറച്ചെന്നെ പറയും. ആരും ആയിരം വീട്ട് മിണ്ടാണ്ടിരിക്കുന്നില്ല. അഭിനയാണ് ആക്ടിങ്. അതിൽ ആരും വീഴരുത് കഴിച്ച. ഇവിടെ 12 മണിയാണ് ഇതുപോലെ ഇരിക്കും. ഞാൻ എപ്പോഴും ഇരിക്കലുണ്ട്. ഇങ്ങനെ പറഞ്ഞാലും നമുക്ക് ലൈറ്റ് വേറെ ഒന്നായാലും വിപുലമാണ്. രാവിലെ 5 മണിക്ക് ഞാൻ ഇവിടെ നാളെ 5 മണിക്ക് പോകും. എയർപോർട്ട് ഒന്ന് കവർ ചെയ്തോളുക. അവിടെ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ചെന്നൈയിലല്ലേ പോണം. ഷെഫാ ട്രിവാൻഡ്രം പോണേ. അവള് ട്രിവാൻഡ്രത്തോട്ട് വന്നിങ്ങ ആര്യനാട്
അതെ, ready അല്ലേ? വീട്ടിൽ ഇരുന്നാ മതിയായിരുന്നേ. ഇടിയേ, അങ്ങനെ പറഞ്ഞാ ഇങ്ങനെ ഒരു വാടി. ഞാൻ വരാം. വീട്ടിൽ ആരും 200 ഇട്ട് കൊടുത്തു. നിങ്ങളൊക്കെ ഈ കാശ് സേവ് ചെയ്യും മക്കളെ. ഇവക്ക് എന്തിനാ ഇട്ട് കൊടുക്കുന്നത്? ലിപ്സ്റ്റിക് മേടിക്കാനോ? ഇതിനുള്ള തെറി ഞാൻ ബാക്കി തരാം കേട്ടോ. ഒരു മിനിറ്റ്. എന്തൊക്കെ? ഞാൻ മ്യൂട്ട് ചെയ്തിട്ടേ പറയുള്ളൂ. എന്താ വിചാരിച്ച നീ? ഞാൻ പോയി ഫ്രഷ് ആവട്ടെ കേട്ടോ. നീ പോയിട്ട് ഇത് മാറ്റി. ഞാൻ പോയിട്ട് ഒന്ന് അതിന്റെ പേര് നീ എന്താ ഇടുന്നേ? ജീൻസ് ടോപ്പ് എനിക്ക് അതനുസരിച്ച് എടുക്കാനാ. ഒരുപോലെ വേണം. ജീൻസ് ഉണ്ട്. കാരണം എനിക്ക് ഫുഡ് കഴിച്ച് വേറെ തോന്നിക്കും. ചളി. മോള് പിന്നെ എന്താ പാവാടയാണോ ഇടാൻ പോകുന്നത്? നൈറ്റ് വെയർ ഇട്ട് കളിച്ചാലോ? ഭയങ്കര ലൂസാ, രസം ഉണ്ടാവോ? ഒരു വെറൈറ്റി. മുണ്ടുണ്ടാ? സാരി ഉണ്ടാ? സാരി ഉണ്ട്, പക്ഷെ ബ്ലൗസ് ഇല്ലാടുള്ള എടുത്താ മതി.